അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അല അഷ്റഫിൽ മുർസലീൻ വ അല ആലിഹി വസഹബി അജ്മഈൻ. കൂട്ടുകാരെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ക്ലാസ് 6 താരിഖുൽ ഇസ്ലാം, അതിലെ ഒന്നാമത്തെ പാഠത്തിൻ്റെ തദ്രീബാത്ത് വർക്കാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കൂട്ടുകാരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പാഠത്തിൻ്റെ തദ്രീബാത്ത് നോക്കാം. അൽ വഹദത്തുൽ ഊല, ഒന്നാമത്തെ പാഠം. ഇന്നി ജാഇലും ഫിൽ അർലി ഖലീഫ. അപ്പോൾ പാഠത്തിൽ നമ്മൾ എന്താ പഠിക്കുന്നത് എന്ന് നമുക്കൊന്ന് പാഠം വായിച്ച് തന്നെ മനസ്സിലാക്കാം. അള്ളാഹു തആല മലക്കുകളോട് പറഞ്ഞു, ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയെ നിശ്ചയിക്കാൻ പോകുന്നു. മനുഷ്യപിതാവ് ആദം അലൈഹിസ്സലാമായിരുന്നു ആ പ്രതിനിധി. കൂട്ടുകാരെ, ഈ പാഠങ്ങളൊക്കെ ഒന്ന് വായിക്കുമ്പോൾ നന്നായി ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഒരുപാട് വൺ വേർഡുകൾ നമുക്ക് മനസ്സിലാക്കാൻ അത് ഉപകരിക്കും. ഇനി നോക്കൂ അടുത്ത പാരഗ്രാഫ്. ഭൂമിയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് മണ്ണ് ശേഖരിച്ചു, അതുകൊണ്ട് മനുഷ്യരൂപമുണ്ടാക്കി. അനന്തരം അതിൽ ആത്മാവിനെ നിക്ഷേപിച്ചു. അതോടെ അത് ഒരു അത്ഭുത സൃഷ്ടിയായി തീർന്നു, ചിന്താശേഷിയുള്ള മനുഷ്യൻ. അള്ളാഹു തആല ആദം നബി അലൈഹിസ്സലാമിന് എല്ലാ വസ്തുക്കളെക്കുറിച്ചും പഠിപ്പിച്ചു കൊടുത്തു. അവയുടെ പേരുകൾ പറയാൻ മലക്കുകളോട് കൽപ്പിച്ചു. ഞങ്ങൾക്കറിയില്ല, മലക്കുകൾ പറഞ്ഞു. അള്ളാഹു തആലയുടെ കൽപ്പന പ്രകാരം ആദം അലൈഹിസ്സലാം ആ പേരുകൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. ബഹുമാനാർത്ഥം ഗുരുനാഥനായ ആദം അലൈഹിസ്സലാമിനെ കിബിലയാക്കി സുജൂദ് ചെയ്യാൻ മലക്കുകളോട് അള്ളാഹു തആല കൽപ്പിച്ചു. എല്ലാവരും സുജൂദ് ചെയ്തു. അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഇബിലീസ് സുജൂദ് ചെയ്യാൻ വിസമ്മതിച്ചു. ഞാൻ അവനേക്കാൾ ഉത്തമനാണ്. എന്നെ സൃഷ്ടിച്ചത് തീയിൽ നിന്നാണ്, അവനെ പടച്ചത് കളിമണ്ണ് കൊണ്ടും. ഇതായിരുന്നു അവൻ്റെ ന്യായം. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കൂ. അസൂയയും അഹങ്കാരവും ഇബ്ലീസിനെ ധിക്കാരിയാക്കി. അള്ളാഹു തആല അവനെ ശപിച്ചു, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. അവൻ മനുഷ്യവർഗത്തിൻ്റെ നിത്യശത്രുവായി തീർന്നു. അള്ളാഹു തആല പറഞ്ഞു, ലഅംലഅന്ന ജഹന്നമ മിൻക വമിമ്മൻ തബിഅക മിൻഹും അജ്മഈൻ. അതിൻ്റെ അർത്ഥം എന്താണ്? നിന്നെയും നിന്റെ അനുയായികളെയും കൊണ്ട് ഞാൻ നരകം നിറയ്ക്കുക തന്നെ ചെയ്യും. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കൂ. ഉറക്കത്തിലായിരിക്കെ ആദം അലൈഹിസ്സലാമിൻ്റെ ഇടതുവാരിയെല്ലിൽ നിന്ന് അള്ളാഹു തആല ഒരു സ്ത്രീയെ സൃഷ്ടിച്ചു, ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ. അള്ളാഹു തആല ഹവ്വാ ബീവിയെ ആദം അലൈഹിസ്സലാമിന് വിവാഹം ചെയ്തു കൊടുത്തു. അവരെ സ്വർഗത്തിൽ പാർപ്പിച്ചു. സ്വർഗത്തിൽ സസുഖം ജീവിക്കാനും ഇഷ്ടമുള്ളതെല്ലാം കഴിക്കാനും അനുവാദം നൽകി. ഒരു വൃക്ഷത്തോട് അടുക്കരുതെന്നും നിർദ്ദേശിച്ചു. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കൂ. ആദം അലൈഹിസ്സലാമും ഹവ്വാ റളിയല്ലാഹു അൻഹായും അള്ളാഹു തആല നൽകിയ മുന്നറിയിപ്പ് മറന്നുപോയി. വിലക്കപ്പെട്ട കനി തിന്നതോടെ അവരുടെ നഗ്നത വെളിപ്പെട്ടു. സ്വർഗത്തിലെ ഇലകൾ പറിച്ച് അവർ നഗ്നത മറയ്ക്കാൻ തുടങ്ങി. സംഭവിച്ച അബദ്ധത്തിൽ അവർ ഖേദിച്ചു. അള്ളാഹു തആലയോട് മാപ്പപേക്ഷിച്ചു. അള്ളാഹു തആല അവരെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അയച്ചു. സൽക്കർമ്മങ്ങൾ ചെയ്ത് വീണ്ടും സ്വർഗത്തിലേക്ക് തിരിച്ചു ചെല്ലാൻ അവസരവും നൽകി. അപ്പോൾ കൂട്ടുകാർക്ക് ഈ പാഠം മനസ്സിലായല്ലോ. ഈ പാഠത്തിൽ നമ്മൾ ആദം അലൈഹിസ്സലാമിൻ്റെയും ഹവ്വാ റളിയല്ലാഹു അൻഹായുടെയും സൃഷ്ടിപ്പിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കതിൻ്റെ തദ്രീബാത്ത് വർക്കുകൾ നോക്കാം. തദ്രീബാത്തിലെ ഒന്നാമത്തെ പ്രവർത്തനം നസിൽ, ചേരുംപടി ചേർക്കുക. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. 1. മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടു. അതിന് ശരിയായത് ഏതാണ്? ഓപ്ഷൻ ഡി, ആദം അലൈഹിസ്സലാം. അപ്പോൾ ഈ പ്രവർത്തനം നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എല്ലാം നമുക്ക് കൊടുത്തിരിക്കുന്ന ചേരുംപടി ചേർക്കയിൽ കൊടുത്തിരിക്കുന്ന എല്ലാം നമ്മൾ വായിച്ച് നോക്കണം. അപ്പോഴാണ് അതിന് കറക്റ്റായത് നമുക്ക് യോജിച്ചത് നമുക്ക് എഴുതാൻ കഴിയുള്ളൂ. അടുത്ത് നോക്കൂ. 2. ഭൂമിയിൽ തൻ്റെ ഖലീഫയെ നിശ്ചയിച്ചു. ശരിയായത് ഏതാണ്? എ, അള്ളാഹു തആല. 3. തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടു. ബി, ഇബ്ലീസ്. 4. ആദം അലൈഹിസ്സലാമിനെ കിബിലയാക്കി സുജൂദ് ചെയ്തു. ശരി ഉത്തരം സി, മലക്കുകൾ. കൂട്ടുകാർക്കത് പ്രവർത്തനം മനസ്സിലായല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. നുജീബു ബി കലിമത്തിൻ വാഹിദ, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 1. മനുഷ്യപിതാവ് ആര്? ഉത്തരം ആദം നബി അലൈഹിസ്സലാം.
2. അല്ലാഹു തആല ശപിച്ചു ആരെ? ഉത്തരം ഇബ്ലീസിനെ. 3. ആദം അലൈഹിസ്സലാമിന്റെ ഭാര്യയുടെ പേര്? ഉത്തരം ഹവ്വ ബീവി റളിയല്ലാഹു അൻഹ. 4. മനുഷ്യവർഗത്തിന്റെ നിത്യശത്രുവാണ് ആര്? ഉത്തരം ഇബ്ലീസ്. ഇനി അതിലെ മൂന്നാമത്തെ പ്രവർത്തനം നോക്കൂ. മൂന്നാമത്തെ പ്രവർത്തനം നുജീബ്, ഉത്തരം എഴുതാനുള്ളതാണ്. 1. അല്ലാഹു തആല ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചത് എങ്ങനെ? ഉത്തരം ഭൂമിയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് മണ്ണ് ശേഖരിച്ചു, അതുകൊണ്ട് മനുഷ്യരൂപമുണ്ടാക്കി. അനന്തരം അതിൽ ആത്മാവിനെ നിക്ഷേപിച്ചു. അതോടെ അത് ഒരു അത്ഭുത സൃഷ്ടിയായി തീർന്നു, ചിന്താശേഷിയുള്ള മനുഷ്യൻ. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ. സുജൂദ് ചെയ്യാതിരിക്കാൻ ഇബ്ലീസ് പറഞ്ഞ ന്യായമെന്ത്? ഉത്തരം ഞാൻ അവനേക്കാൾ ഉത്തമനാണ്. അത് ഇബ്ലീസ് പറയുന്ന വാക്കുകളാണ്. അവനേക്കാൾ എന്ന് ഉദ്ദേശിക്കുന്നത് ആദം അലൈഹിസ്സലാമിനെയാണ്. ഞാൻ അവനേക്കാൾ ഉത്തമനാണ്. നീ എന്നെ സൃഷ്ടിച്ചത് തീയിൽ നിന്നാണ്, അവനെ പടച്ചത് കളിമണ്ണ് കൊണ്ടും. ഇതായിരുന്നു ഇബ്ലീസിന്റെ ന്യായം. മൂന്നാമത്തെ ചോദ്യം. ഇബ്ലീസിനെ ധിക്കാരിയാക്കിയ സ്വഭാവമെന്ത്? ഉത്തരം അസൂയയും അഹങ്കാരവും. 4. ധിക്കാരിയായ ഇബ്ലീസിനോട് അല്ലാഹു തആല പറഞ്ഞതെന്ത്? അവിടെ നമ്മൾ പാഠം വായിച്ചപ്പോൾ ഒരു ആയത്ത് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ഒന്നല്ലെങ്കിൽ ആയത്ത് എഴുതുക, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എഴുതാം. നിന്നെയും നിന്റെ അനുയായികളെയും കൊണ്ട് ഞാൻ നരകം നിറയ്ക്കുക തന്നെ ചെയ്യും. 5. അല്ലാഹു തആല ഹവ്വ ബീവി റളിയല്ലാഹു അൻഹായെ സൃഷ്ടിച്ചതെങ്ങനെ? ഉത്തരം ഉറക്കത്തിലായിരിക്കെ ആദം അലൈഹിസ്സലാമിന്റെ ഇടതുവാരിയല്ലിൽ നിന്ന് അല്ലാഹു തആല ഒരു സ്ത്രീയെ സൃഷ്ടിച്ചു. അവരാണ് ഹവ്വ ബീവി റളിയല്ലാഹു അൻഹ. അടുത്തത് 6ാമത്തെ ക്വസ്റ്റ്യൻ. അല്ലാഹു തആല ആദം അലൈഹിസ്സലാമിനും ഹവ്വ ബീവിക്കും മുന്നറിയിപ്പ് നൽകി. എന്ത്? ഉത്തരം ഒരു വൃക്ഷത്തോട് അടുക്കരുതെന്ന്. 7ാമത്തെ ക്വസ്റ്റ്യൻ. സ്വർഗത്തിൽ ആദം അലൈഹിസ്സലാമിന്റെയും ഹവ്വ ബീവി റളിയല്ലാഹു അൻഹായുടെയും നഗ്നത വെളിപ്പെട്ടു. എപ്പോൾ? ഉത്തരം ആദം അലൈഹിസ്സലാമും ഹവ്വ റളിയല്ലാഹു അൻഹായും അല്ലാഹു തആല നൽകിയ മുന്നറിയിപ്പ് മറന്നുപോയി. വിലക്കപ്പെട്ട കനി തിന്നതോടെയാണ് അവരുടെ നഗ്നത വെളിപ്പെട്ടത്. 4ാമത്തെ പ്രവർത്തനം തഹ്സീസ്. അതിൽ 1ാമത്തെ ചോദ്യം നോക്കൂ. ശ്രീലങ്കയിലുള്ള ആദം മലയുടെ ചിത്രം ശേഖരിക്കുക. അപ്പോൾ കൂട്ടുകാർ ഇത് ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ നല്ല നല്ല ചിത്രങ്ങൾ കൂട്ടുകാർക്ക് കിട്ടും. ഇനി അതിലത്തെ 2ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. 2. മനുഷ്യോൽപത്തി എന്ന വിഷയത്തിൽ ഒരു ലേഖനം തയ്യാറാക്കുക. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ലേഖനമൊക്കെ എഴുതുമ്പോൾ ആദ്യം അതിനൊരു ഹെഡിങ് കൊടുക്കുക. മനുഷ്യോൽപത്തി അതിനെക്കുറിച്ചാണല്ലോ നമുക്ക് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതന്നെ ഒരു ഹെഡിങ് ആയിട്ട് കൊടുക്കുക. എന്നിട്ട് ബാക്കി പറയുന്നത് എഴുതുക. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറെ സവിശേഷതയുള്ള ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ. ആദം അലൈഹിസ്സലാം മനുഷ്യലോകത്തിൻ്റെ പിതാവാണ്. ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മണ്ണ് ശേഖരിച്ച് അതുകൊണ്ട് അല്ലാഹു തആല ഒരു മനുഷ്യരൂപമുണ്ടാക്കി. എന്നിട്ട് അതിൽ ആത്മാവിനെ നിക്ഷേപിച്ചു. അതോടെ അത് ഒരു അത്ഭുത സൃഷ്ടിയായി. അത് ചിന്താശേഷിയുള്ള ഒരു മനുഷ്യനായി മാറി. ഇനി അടുത്ത പാരഗ്രാഫ്. അല്ലാഹു തആല ആദം അലൈഹിസ്സലാമിന് ഒരു ജീവിത സഖിയെ നൽകാൻ തീരുമാനിച്ചു. ഉറക്കത്തിലായിരിക്കെ ആദം അലൈഹിസ്സലാമിന്റെ ഇടതുവാരിയല്ലിൽ നിന്ന് ഹവ്വ ബീവി റളിയല്ലാഹു അൻഹായെ സൃഷ്ടിച്ചു. ഹവ്വ റളിയല്ലാഹു അൻഹായെ ആദം അലൈഹിസ്സലാമിന് വിവാഹം ചെയ്തു കൊടുത്തു. അവർ സ്വർഗത്തിൽ സസുഖം ജീവിച്ചു. ഒരു വൃക്ഷത്തോട് അടുക്കരുതെന്ന അല്ലാഹു തആലയുടെ മുന്നറിയിപ്പിനെ ആദം അലൈഹിസ്സലാമും ഹവ്വ റളിയല്ലാഹു അൻഹായും മറന്നുപോയി. ഇബ്ലീസിന്റെ കുതന്ത്രമായിരുന്നു അതിനു പിന്നിൽ. അങ്ങനെ അവർ സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടു. അവർ ഭൂമിയിൽ ജീവിതം ആരംഭിക്കുകയും മനുഷ്യ സമുദായത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയാണ് നമ്മൾ ആ ഒരു തഹസീസ് വർക്കിനായിട്ട് നമ്മൾ എഴുതേണ്ടത്. കൂട്ടുകാർക്കപ്പോൾ ഈ തദ്രീബാത്തൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് അടുത്തൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.